ഹലോ ഗൈസ്, അപ്പം ഇന്ന് എനിക്ക് ഓഫാണ്. വെള്ളി, ശനി, ഞായർ 3 ദിവസം അടിപൊളി ഓഫാണ്. അപ്പം ഇന്ന് ഞാൻ സാധാരണ ഇപ്പം നിങ്ങൾ ഓർക്കും ഈ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഭയങ്കര ചൂടാന്നൊക്കെ ജർമ്മനി പറഞ്ഞിട്ട് ഇന്ന് സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് എന്തായിരിക്കുന്നതിന് ഇപ്പം അതിരാവിലെയാണ്. അപ്പം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഞാനിരിക്കുന്ന കാണാൻ എനിക്ക് എൻ്റെ റൂമിൻ്റെ ഈ സൈഡിൽ ഒരു ഡോറുണ്ട്. അപ്പം ഇവിടെ ഒരു ബാൽക്കണിയുണ്ട്. അപ്പോൾ ആ ബാൽക്കണിയിലാണ് എൻ്റെ ഇരിപ്പും കാര്യങ്ങളുമൊക്കെ. അപ്പം ഞാനിവിടെ വന്ന് ഇരുന്നപ്പം നല്ലൊരു തണുപ്പ്. അപ്പോൾ ഒരു സ്വെറ്റർ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാൻ വന്ന കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഞാൻ എന്നും എഴുന്നേൽക്കുന്ന പോലെ തന്നെ 4 മണി 4:30 ആകുമ്പം സാധാരണ എഴുന്നേക്കും. എഴുന്നേറ്റാൽ ഉടനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു കോഫി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വീട്ടിൽ വിളിക്കും. വീട്ടിൽ വിളിച്ച് ഹസ്ബൻഡുമായിട്ട് ഒന്ന് സംസാരിക്കും. എല്ലാം അവിടെ ഓക്കെ ആണെന്ന് മനസ്സിലാക്കും. അതിന് ശേഷം ഞാൻ ബൈബിളാണ് ആദ്യം വായിക്കുന്നത്. എൻ്റെ കയ്യിൽ 2 ബൈബിളുണ്ട്. ഒന്ന് ജർമ്മൻ ബൈബിളും ഒന്ന് മലയാളം ബൈബിളും. ഈ ജർമ്മൻ ബൈബിൾ ഞാൻ ജർമ്മനിയിൽ എത്തിയപ്പം തന്നെ ആദ്യമേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു ജർമ്മൻ ബൈബിള് കണ്ടെത്തുക, അതെങ്ങനെ വാങ്ങാൻ പറ്റും എന്നുള്ളതായിരുന്നു. അതിനെൻ്റെ ചർച്ചിലുള്ള ഒരാളെന്നെ ഹെൽപ്പ് ചെയ്തു. അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തു ആ ബൈബിള്. അന്നു മുതൽ ആ ബൈബിള് രാവിലെ ഞാൻ ജർമ്മൻ ബൈബിളും മലയാളം ബൈബിളും വായിക്കാറുണ്ട്. ജർമ്മൻ ഒത്തിരി അറിയാമാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വായിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകാറൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ മലയാളം വായിച്ചതിന് ശേഷം ആ ജർമ്മൻ ബൈബിളും വായിക്കും. അതെൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ്. ഈ 8 മാസമായി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കഴിക്കുന്നത് 2 മുട്ടയും കുറച്ച് സലാഡും അതുപോലെ തന്നെ ചിയ സീഡിൻ്റെ വെള്ളവുമാണ്. അതിന് ഞാൻ സലാഡിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ഒരു അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള, അതുപോലെ തന്നെ തക്കാളി, പെപ്പർ, സാൾട്ട് എന്നിവയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.